ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയാണ് വന്നത്. ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ പഴയ ഫ്രിഡ്ജ്. അത് വാങ്ങിച്ചിട്ട് ഏകദേശം 10 വർഷമായി. അതിൻ്റെ കട്ടമോട് ഉടങ്ങി. അപ്പം ഞാൻ പോയി ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ച് അപ്പം നിങ്ങളെ കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ബോച്ച് കമ്പനിയുടെ 269 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഇത് നമ്മൾ ലുലു മാളിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇന്നലെ ഓർഡർ ചെയ്തു, ഇന്ന് അവർ വീട്ടിൽ കൊണ്ട് തന്നു. വീണ അതിൻ്റെ പാക്കിംഗ് ടാഗെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സഹായിക്കാനായിട്ട് മോളും കൂടെ ഉണ്ട്. രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ അതിനെ അൺബോക്സ് ചെയ്യാനുള്ള തിടുക്കത്തിലാണ്. പക്ഷെ ഇവിടെ ആദ്യ ദിവസം പരാജയപ്പെട്ടു. കാർഡ്ബോർഡ് മുകളിലോട്ട് ഉയർത്തി എടുക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല. കാരണം വെച്ചാൽ മുകളിൽ സീലിങ്ങിൽ തട്ടുന്നത് കൊണ്ട്. പിന്നെ അവർ ആ ശ്രമം ഉപയോഗിച്ചിട്ട് സൈഡ് കട്ട് ചെയ്തിട്ടാണ് കാർഡ്ബോർഡിനെ മാറ്റിയത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും വീണയും മകളും പെട്ടെന്ന് തന്നെ കാർഡ്ബോർഡൊക്കെ മാറ്റി. സ്റ്റീൽ കോട്ടിംഗ് ഉള്ള ഗ്രേ കളറാണ് ഫ്രിഡ്ജിൻ്റേത്. തുരുമ്പെടുക്കില്ലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കംപ്രസറിന് 1 വർഷത്തെ ഗ്യാരണ്ടിയാണുള്ളത്. അങ്ങനെ വീണ ഫ്രിഡ്ജിൻ്റെ താഴത്തെ പോർഷൻ ഓപ്പൺ ചെയ്ത് ഉദ്ഘാടനവും നിർവഹിച്ച്. അതിനകത്ത് 3 പാർട്ടീഷനാണുള്ളത്, 3 ട്രൈ ആണുള്ളത്. അതേപോലെ ഡോറിലും 3 പാർട്ടീഷനാണുള്ളത്. മുകളിലത്തെ ഫ്രീസർ ആവശ്യമില്ലെങ്കിൽ നമുക്കതിനെ ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം. നോർമൽ ഫ്രിഡ്ജായിട്ട് തന്നെ ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഉള്ള പ്രത്യേകത. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെ ഫ്രീസറിലുള്ള ഐസ് ക്യൂബ്സ് പുറത്തെടുക്കണമെങ്കിൽ അതിനകത്ത് ഒരു നോബുണ്ട്. ആ നോബിൽ ഒന്ന് റൈറ്റോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെയുള്ള ട്രൈക്കകത്ത് ക്യൂബ്സ് എല്ലാം വന്ന് വീഴാം. ആ ക്യൂബ്സ് വീഴുന്ന ട്രൈ നമുക്ക് പുറത്തെടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മളെ ഫ്രീസർ തുറക്കുമ്പോൾ സാധാരണ ഫ്രീസറിൽ ഒരു ലൈറ്റ് തെളിയാറുണ്ട്. ഇപ്പോൾ ഇതിൽ അതില്ല. മറ്റൊരു കാര്യം, ഇതിന് ഒരു ഡിസ്പ്ലേ പാനൽ ബോർഡുണ്ട് പുറത്ത് ഡോറിലായിട്ട്. അതിൽ നമുക്ക് നോക്കിയിട്ട് എത്രയാണ് അകത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തണുപ്പ് എത്രയാണെന്നോ അത് കൺട്രോൾ ചെയ്യാൻ പുറത്ത് നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഡോർ തുറക്കാതെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.